ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പേളി മാണിയുടെ ചാനലിലേക്ക് ഒന്ന് എത്തി നോക്കാം. ചുമ്മാതെ ടീം ബസ്. പേളി മാണിക്ക് 46 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പേളി മാണിയുടെ ചാനൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട്, അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ 2 വീഡിയോ എന്തോ ചെയ്തിട്ടുള്ളൂ. ആ 2 വീഡിയോയ്ക്കും വളരെ തുച്ഛമായിട്ടുള്ള വ്യൂവേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. മകളെയും കൊണ്ടുവന്ന് ഒരു പെർഫോമൻസ് ഒക്കെ നടത്തി നോക്കി, രക്ഷയില്ല. 1 ലക്ഷത്തിന് മേളിൽ വ്യൂ പോകുന്നതേ ഇല്ല. നമുക്കൊക്കെ 1 ലക്ഷം വ്യൂ എന്നൊക്കെ പറയുന്നത് ചാകരയാണ് കേട്ടോ. ഇതിപ്പോൾ 46 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ 1 ലക്ഷം വ്യൂ എന്ന് പറയുന്നത് വളരെ പൂർ തിങ് ആണ്. മാത്രമല്ല, നല്ല രീതിയിൽ ടോപ്പ് ഗിയറിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പേളി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നത് പേളിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ആ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് എന്തൊക്കെ ഹൈഡ് ചെയ്യാനുണ്ടാവും. അല്ലാത്തവരൊന്നും ആ രാഷ്ട്രീയം ചൂസ് ചെയ്യത്തില്ല. എവരുണ്ട്. ഇപ്പം റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്നാൽ അതൊരു വർഗീയ പാർട്ടിയാണ്. വർഗീയ പാർട്ടിയെ ചൂസ് ചെയ്യുന്നവർ ഒരിക്കലും പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് വരരുത്. കാരണം ഇവിടെ എത്ര ശതമാനത്തിലേറെ പ്രത്യേകിച്ച് ഈ പറയുന്ന യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന വിഭാഗമുണ്ട്. അവരെയൊക്കെ ഹേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്നവർ അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാനും തയ്യാറായിക്കൊണ്ട് നിൽക്കണം. പേളി നിൽക്കുന്ന മീഡിയത്തിന് പേളി ഒരിക്കലും തൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ലായിരുന്നു. ആ ഫേക്ക് പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞത് കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്നത് നല്ലൊരു മരുന്നാണ് എന്നുള്ളതാണ് വസ്തുത. ഈ പേളിയുടെ ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നയൻതാര ചിരിച്ച് മരിക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നയൻതാര ചിരിക്കുന്ന മാത്രം കട്ട് ചെയ്തിട്ട് അവർ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ നമ്മളങ്ങ് അന്തം വിട്ടു പോകും. പേളിയാണോ ഈ ചിരിപ്പിക്കുന്നതെന്ന് അത്രയ്ക്ക് കിടന്ന് പറയണം. മൊക്ക ജോക്കാണ്. ബട്ട് മൊക്ക ജോക്ക് കേട്ടിട്ട് നയൻതാര കിടന്ന് ചിരിച്ച് മറിഞ്ഞ് കെടുതിയിലാണുള്ളത്. ഞാൻ ഇവരുടെ കമൻറ്റ് സെക്ഷനിലേക്കാണ് പോയത്. ഇവര് ഒരുപാട് നേരം ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട്. എന്റെ ഭർത്താവ് പറഞ്ഞു അതിന് ഓഡിഷൻ കൊടുത്തു, അതിന് ആ റോള് കിട്ടി, എന്റെ ഭർത്താവിന് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ശ്രീനി ഓഡിഷൻ ചെയ്തു. 4 ஆடிஷன் போய் 4வது கிடைச்சது. மேபி ஒரு 4வது டயர்ட் ஆகி வீட்டுக்கு போயிருப்பாரு. இதுக்கு மேல இதுக்கு ശ്രീനി ഒന്ന് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് അവിടുത്തെ മെസ്സേജ് കിട്ടി. സോ വാട്ട് ഇസ് മെന്റ് ടു ഹാപ്പൻ ഇസ് ഹാപ്പനിങ്. സോ കനാ കാണും കാലങ്ങൾ ആ ടൈമിലൊക്കെ യുവർ ഹാർട്ട് ത്രോ. ഈ സ്കൂൾ പഠിക്കുന്നപ്പോ ഈ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. കാണാൻ നല്ല രസമുണ്ട്. സത്യം പിടിച്ചിരുത്തുന്ന ഇന്റർവ്യൂ തന്നെയാണ്. എന്താണ് നയൻ പറയണതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗതുകത്തോടെ പോയി ഇരിക്കും. കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നുമില്ല. അത് നിങ്ങൾ അവളുടെ ചാനലിൽ തന്നെ പോയി കാണുക. പാവം ആരും കാണാനില്ലായിരിക്കണം. ഇപ്പോൾ ഇട്ട വീഡിയോയ്ക്ക് 10 ലക്ഷം വ്യൂ വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഇതിൽ കുറേ കമൻസ് വന്നതിൽ ഒരു കമൻറ്റാണ് എന്നെ ഹഠത ആകർഷിച്ചത്. ഞാൻ ആ കമൻറ്റ് അത് വായിക്കാം. കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഓൺലി പോസിറ്റീവ് മാത്രമാണ് വെക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നെഗറ്റീവ് കമൻസിനെ പുള്ളിക്കാരത്തി എടുത്ത് ദൂരെ കളയുന്നുണ്ടെന്ന് തോന്നുന്നു. മേ ബി അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. അവരുടെ ചാനലിൽ എന്ത് കമൻറ്റ് ഇടണമെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമല്ലേ. അല്ല അതിനകത്ത് തെറി വിളിക്കുന്ന കമൻറ്റ് ശേഖരിച്ച് വെക്കണമെന്ന് പറയുന്നത് അത് വേണ്ട, മോശപ്പെട്ട കാര്യം തന്നെ, അത് എടുത്ത് കളയണം. പിന്നെ ഇതിനകത്ത് കുറേ അധികം വേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഹോപ്പ് യു സീ ദിസ് കമൻറ്റ്. This is not a critic, but I am noticing this is in all your interviews that you always pay attention to one person in the interview here. You prioritized Nayan a lot more like this is every interview. Hope you changed it. അതായത് ഇവള് മിക്കവാറും എടുക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിനകത്ത് ഒരാളെ മാത്രം കൺസേൺ ചെയ്യും. അതായത് ആരാണോ ഹോട്ടായിട്ട് നിൽക്കുന്നത് അവരെ മാത്രം കൺസേൺ ചെയ്യുന്നത്. ഇതിനകത്ത് നയൻതാര മാത്രമാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നയൻതാര മലയാളിയാണെന്നും നയൻതാര മലയാളത്തിന് അങ്ങനെ ചാനലിൽ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാത്തൊരു വ്യക്തിയുമാണ്. അധികമൊന്നും മലയാളികൾക്ക് കൊടുക്കാറില്ല. ബിക്കോസ് അവർ ഗോസിപ്പ് അധികം ചോദിക്കും എന്നുള്ളതാണ്. അത് തമിഴിലും അങ്ങനെ തന്നെ ഗോസിപ്പാണ് അധികം ചോദിക്കുന്നത്. ഇപ്പം 2 ബന്ധങ്ങൾ, അതും അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പ്രഭുദേവയെ പോലുള്ള ഒരാൾ, പിന്നെ നമ്മുടെ ചിമ്പു, ഇവർ 2 പേരും എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പിൽ നിൽക്കുന്ന അത്യാവശ്യം ഫാൻ ഫെയിമുള്ള ടീമുകളാണ്. അവരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനെ പറ്റിയും അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നയൻ ഇൻ്റർവ്യൂസ് അവോയ്ഡ് ചെയ്തത്. ആൻഡ് നയൻതാര ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്രയും ചിരിക്കുന്നതൊന്നും. പിന്നെ ഞാനിത് പറയാനുള്ള കാര്യം, പലരും അതിൻ്റെ കമൻറ്റ്സ് അങ്ങനെയായിരുന്നു, ലാഫിങ് ലൗഡ്ലി, ഇങ്ങനെ ഞങ്ങൾ ചിരിച്ചേ കണ്ടിട്ടില്ലെന്ന്. എനിക്ക് അതിനകത്തൊരു കൂത്തച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ്. കല്യാണി ചേച്ചിയുടെ മോളെ നീ കണ്ടിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കൂത്തച്ചി വന്നതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നു, നയൻതാര ഇത്രയും ചിരിച്ചത് വേറെ ഒരെണ്ണത്തിലും ഞാൻ കണ്ടിട്ടില്ല, യജാതി ചിരിയെന്ന്. നീ ലോകം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിനക്ക് പലതും തോന്നുന്നത്. ഉടുതുണി ഊരി നടക്കുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അഗൻസ്റ്റ് എവിടെയൊക്കെ കമൻറ്റ് ഇടാമോ അവിടെയൊക്കെ പോയി കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് നിൻ്റെ ആ കമൻറ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. കുത്തച്ചി
കാണാത്തത് കൊണ്ട് അനക്ക് ഞാൻ കാണിച്ചു തരാം. നയൻതാര ഒരിടത്ത് നല്ല പോലെ ചിരിക്കുന്നത് കണ്ടു നോക്ക്. நீங்க காலேஜ் டேஸ்ல நான் காலேஜ் போலங்க ஸ்கூலோட சரி ஸ்கூல் டேஸ்ல என்ன ஒரு வில்லத்தனம் இப்படித்தான் அசிங்கப்படுத்துறது நம்மள இந்த கேள்வி இப்ப ரொம்ப அவசியமா இல்ல சரி ஸ்கூல் டேஸ்ல மாத்திக்கோ என்ன இப்ப ஸ்கூல் டேஸ்ல மேல ஸ்கூல் டேஸ் இருக்குல்ல ஒண்ணு வரைக்கும் படிச்சோம். அப்படிலாம் நான் காலேஜ் படிக்கிறப்பே எப்படி இந்த மாதிரி அடக்க ஒதுக்கமா இருப்பேன். அடக்க ஒதுக்கமா இருப்பீங்களா? அதுதான் அடக்க ஒடுக்கமா இருப்பீங்களா? പുഞ്ചിച്ച ഓക്കെ എല്ലാവരും പറയുന്നത് കുറെ പേരുടെ കമന്റ് എന്തെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ട്രബിളിൽ നിന്നപ്പോഴത്തെ അവർ ചിരിച്ചിട്ടില്ല, അവർ അങ്ങനെയായിരുന്നു, ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. ഒന്നും നിങ്ങൾ കാണാത്തതിന് നമ്മളെ കുറ്റമല്ലല്ലോ. ഈ അടുത്തിരിക്കുന്ന ഇവർ രണ്ടുപേരും തമ്മിൽ നിന്നിപ്പം ശത്രുക്കളാണ്. 10 കോടി രൂപയ്ക്ക് എന്തോ അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്കകത്ത് അയാളുടെ പാട്ടം കണ്ടെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ മുട്ടനടി നടക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു പോർഷനാണ് അവർ രണ്ടുപേരുടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അവർ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? അത് ചിരിയായിട്ട് വകഭേദം വരത്തില്ല. എന്തെങ്കിലും അങ്ങ് തള്ളി മറിക്കരുത്. അപ്പം നിൻ്റെ ഉള്ളിലുള്ള ചങ്കീസമാണ് അവിടെ വന്നത്. ഞാൻ ആ ആളെ അപ്പോഴും മുതൽ നോട്ടിഫൈ ചെയ്തതാണ്. മേ ബി എന്തിനാണ് നീ എന്നെ കുറ്റപ്പെടുത്തിയെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് ഓൾവേസ് നല്ലത് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിത് കണ്ടിട്ട് ഒരു കാര്യം അകാരണമായി നമ്മൾ ഒരാൾ ആക്രമിക്കുമ്പോൾ നമ്മളത് നോട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഈ കൂത്തച്ചി നമ്മൾ നോട്ട് ചെയ്തത്. അതാരാണെന്ന് ഞാൻ കമൻറ്റിൽ പറയാം. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ വൾഗാരിറ്റിയാണ് അവിടെ എക്സ്പോസ് ആകുന്നത്. ഇപ്പം നമുക്കിഷ്ടമില്ലാത്ത ഒരു പൊളിറ്റിക്സ് മറ്റൊരാൾ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കത്തില്ല. ഞാൻ എപ്പോഴും പേളി മാണി എന്ന വ്യക്തിയെ മനസ്സിലാക്കിയ ഒരു കാര്യം അവരുടെ ആ ഫേക്ക് ഐഡൻറ്റിറ്റി, അതായത് ഫേക്ക് മുഖം, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവരെപ്പോഴും പറയുന്ന മോട്ടിവേഷൻസ് ആണ്. എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെയാണ് പുള്ളിക്കാരത്തി. പക്ഷേ അത് അവരുടെ ലൈഫിലില്ല എന്ന് ഒരൊറ്റ ഇൻസിഡൻറ്റിൽ അവർ തെളിയിച്ചു. ഒരാളുടെ നഷ്ടത്തിന്, ഒരാളുടെ തോൽവിയെ കളിയാക്കുന്ന ഒരു സ്ത്രീ ഒരു കാരണവശാലും നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കത്തില്ല. അവരുടെ തോൽവിയാണത്. അവരങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് കൂടിയാണത്. അതുകൊണ്ടാണ് സിബി മലയിലിൻ്റെ മകനെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഇവർ CJP അനുകൂലിച്ചില്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. പൊളിറ്റിക്സ് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അയാൾക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്സ് സ്വീകരിക്കാം. പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കുന്ന പേളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 32% വരുന്ന ഒരു മതവിഭാഗത്തിനെ ഏറ്റവും അധികം മ്ലേച്ഛമായി അവഹേളിക്കുന്ന ഒരു വൃത്തികെട്ട പാർട്ടിയാണത്. ആ പാർട്ടിയെ അനുകൂലിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല റിസ്കി ഗെയിമാണ്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക. അതേപോലെ ആ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ജീവിക്കുന്ന പല അവളുമാർക്കും ഉള്ളിൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഈ പൊളിറ്റിക്സ് ആണ് ഇഷ്ടം എന്നുള്ളത് തിരിച്ചറിവാണ്. അതൊരു വലിയ വൻ തിരിച്ചറിവാണ്. അപ്പം അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള രേഖാമൂലങ്ങൾ ഞാൻ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യുക എപ്പോഴല്ല. ഇതിൽ പേളി ചെയ്ത ഇൻ്റർവ്യൂ സൂപ്പറാണ്, അതിൽ തർക്കമൊന്നുമില്ല, നല്ല ഇതാണ്. പക്ഷെ പേളിയുടെ ഫേസ് കണ്ട, ഫേസ് സൈക്കോളജി അറിയുന്ന ഒരാൾക്ക് പേളി എത്രത്തോളം ആക്ട് ചെയ്യണമെന്ന് മനസ്സിലാകും. അത് മുൻപുള്ള പേളിയുടെ കുറേ വീഡിയോസ് കണ്ടു നോക്കിയാൽ അറിയാം. പേളി അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് പേളി ഫുൾ ആൻഡ് ഫുൾ നല്ല രീതിയിൽ ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയത്തിൽ ചെയ്യുന്നതാണ്. പേളിയെ സപ്പോർട്ട് ചെയ്യാൻ നയൻതാര ഇപ്പോൾ കാണിച്ച ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സാധനമാണ്. സൂപ്പറായിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, നയൻതാരയുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നയൻതാര ടീമിന് അങ്ങോട്ടാണ് കൊടുക്കുക. ആൻഡ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് 2 കമ്പനിക്കാർ, അറേബ്യൻ ഗോൾഡ് മറ്റേ കമ്പനി എനിക്കറിയില്ല, ഇവർ 2 പേര് സ്പോൺസർ ചെയ്തിട്ടാണ് പേളി ഇങ്ങോട്ട് വരിക്കുന്നത്. ടോട്ടൽ മണിയാണ് മാറ്റർ. ഇത് 2 ഭാഗത്തുനിന്നും പേളിക്ക് നല്ല പൈസയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ 10 lakhs എബോവ് വ്യൂ പോയിട്ടുണ്ട്. നല്ലൊരു റവന്യൂ ജനറേറ്റും ആയിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഒക്കെ നല്ല റവന്യൂ വേറെ എക്സ്ട്രാ ജനറേറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഇൻ്റർവ്യൂ, ടാക്ടിക്സ് പഠിച്ചു, ബിസിനസ് ടാക്ടിക്സ് അവൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ CJPയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതൊരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടാണ്. സിബി മലയിലിൻ്റെ മകനോട് വളരെ നിർബന്ധമായി മാപ്പ് പറയുക മാത്രമല്ല, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നിടത്തേക്ക് അയാളെ കൊണ്ടുവരണം. അയാളെ കൊണ്ടുവന്നിരുത്തി അയാളെ നീ ചിരിപ്പിച്ചാൽ അത് മിടുക്കാണ്. അല്ലാതെ ഇപ്പം നിൻ്റെ ഒരു ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് നീ ഇത് ചെയ്യുമ്പോൾ മനുഷ്യത്വമില്ലായ്മ എന്നേ പറയൂ. നീ ചിരിക്കുന്ന ചിരി ആ വ്യക്തിയെ കളിയാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്, പേഴ്സണലി പറയുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ മകളുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ട് നോക്കി, എന്നിട്ടൊന്നും ചാനൽ കയറുന്നില്ല. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ ആയിരിക്കാം. ഐഡിയ എന്തായാലും സൂപ്പറായിട്ടുണ്ട്, അത് സക്സസ്സും ആയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷിയുടെ പുറത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സിബി മലയിലിൻ്റെ മകനെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതാണ്.
ആ കുട്ടി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അയാൾക്കും കൂടെ ഗിൽറ്റി അടിക്കും. അയാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനൊരു ചാനലുണ്ടെന്നോ അതിനകത്ത് ഇൻ്റർവ്യൂവിനാണ് നിങ്ങളെ വിളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഗെയിനാണ്, യെസ് പറഞ്ഞാലും നിങ്ങൾക്ക് ഗെയിനാണ്. നല്ല ഫണ്ട് കിട്ടും. മാത്രവുമല്ല ഒരു പരിധി വരെ കുറേ പേര് നിങ്ങളടുത്ത് പിണങ്ങിപ്പോയത് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് കൊണ്ടല്ല, ഈ ഒരു ഇൻസൾട്ട് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ. അപ്പം നിങ്ങളുടെ മറ്റൊരു മുഖമാണ് നിങ്ങളവിടെ റിവീൽ ചെയ്തത്. നിങ്ങളിതുവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാവരെയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് നിന്നുകൊണ്ട് വളരെ മോശമായി സംസാരിക്കുക, ഒരു സാധാരണ ടോക്കിലേക്ക് നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു അപജയം വന്നിട്ടുള്ളത്. അതായത് ഡൗൺഫാളിൽ നിന്ന് നിങ്ങൾ ഉയർന്നു വരുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷേ ആ ഫേക്ക് ഫേസ് മാറ്റാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളെ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിൻ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ആ പിൻ ചെയ്യുന്നതിലൂടെ കൂത്തച്ചികൾക്ക് നല്ലത് കേൾക്കും. കാരണം കൂത്തച്ചികളുടെ ഫേസും അവിടെ റിവീൽ ആവുകയാണ്. ഇതിനകത്ത് നിങ്ങൾ തമ്മിലൊരു അന്തർധാരയല്ല അതിനകത്ത് മനസ്സിലാകുന്നത്. അതിനകത്ത് കൃത്യമായി മനസ്സിലാകുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സാണ്. അപ്പം ഇത്തരത്തിൽ നടക്കുന്ന കുറേ എണ്ണം ബാക്കിയുള്ളവരുടെ റവന്യൂവിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ജനമാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. ജനങ്ങളാണ് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് തരുന്നത്. ആ ജനങ്ങളെ ചതിക്കുകയാണെങ്കിൽ ആ ചതി ജനങ്ങളെ അറിയിക്കാൻ ഇപ്പുറത്ത് കുറേ പേരുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്തോ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫേക്ക് മുഖങ്ങൾ വലിച്ചു കീറപ്പെടേണ്ടതാണ്, അതിനകത്തൊരു തർക്കവും. നമ്മൾ ഒരു വിഭാഗം ജനത നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ സപ്പോർട്ടോടു കൂടി നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു. ആ പ്രൊഫഷൻ നിലനിന്ന് പോകാനും സക്സസ്സിലേക്ക് എത്താനും അവരെ ഉപയോഗിക്കുക ചെയ്തിട്ട് അവരെ ഏറ്റവും മ്ലേച്ഛമായി പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെ ചൂടുപിടിച്ച് അവരെ തെറി വിളിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന പതനം ഇതിനേക്കാൾ ഭീകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.